ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ സ്പ്ലൻഡർ വണ്ടി B6 മോഡൽ വണ്ടിയാണ്. വർക്കിന് വേണ്ടിയിട്ട് ജനറൽ സർവീസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കുന്ന വർക്കുകൾ പറയുന്നത് സ്പീഡോമീറ്റർ ചെക്കപ്പ്, മീറ്റർ വർക്കിംഗ് അല്ല. പിന്നെ ആ മീറ്ററിനകത്ത് തന്നെയുള്ള ബൾബ്, പാർക്ക് ബൾബ് വർക്കിംഗ് അല്ല. ബ്രേക്ക്, 2 ബ്രേക്കും ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ചെയിൻ ലൂസ് ഉണ്ട്. ടാങ്ക് ബാഗ് മാറ്റുക, ഗിയർ ചെക്ക് ചെയ്യുക. ഇൻഡിക്കേറ്റർ സൈഡ് ലെഫ്റ്റ് ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്റർ വൈബ്രേഷൻ സൗണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, സീറ്റ് ഓവർ മാറ്റാം. അതൊക്കെയാണ് പറഞ്ഞാൽ ഓർക്കട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്ക് ചെയ്ത് കയറ്റിയുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. അയച്ച് ക്ലീൻ ചെയ്തിടാം, ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്. അത് നമ്മൾ മാറ്റാതെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താലും റെഡി ആവാനൊന്നും പോകില്ല. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിട്ട് വീൽ റബ്ബറും കൂടി മാറ്റി കഴിഞ്ഞാൽ ആ ബാക്കിലത്തെ ഭാഗം ഓക്കെ ആയിക്കോളും. എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഇട്ട് നമുക്ക് അടുത്ത സർവീസിലൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യും. ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശമുണ്ട്. അത് ശ്രദ്ധിച്ചോളാം. വണ്ടി നല്ല രീതിയിൽ പാടുന്നുണ്ട്. അപ്പോൾ ടയറൊന്ന് മാറ്റി കളയണ ദിവസം നോക്കിക്കോ. കാരണം പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിലെ വൈബ്രേഷൻ, ഗ്ലാസ് കിടന്ന് പിടയ്ക്കുന്ന സൗണ്ട് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് സ്പീഡോമീറ്ററിനകത്ത് ഒരു ബൾബ് പോയിട്ടുണ്ട്, മീറ്റർ കേബിൾ പോയിട്ടുണ്ട്. അത് രണ്ടും റെഡി ആക്കി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം. ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. 13 വോൾട്ട് ചെക്ക് ചെയ്യണ സമയത്ത് കാണിക്കുന്നുണ്ട്. ലോഡ് ചെയ്യുമ്പോഴും 9.5 വോൾട്ടിലേക്ക് വരണം. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല. സ്പാർക്ക് പ്ലഗ് ആയാലും നമുക്ക് നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ സീറ്റ് കവർ, ടാങ്ക് കവറൊക്കെയാണ് പിന്നെ മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഉണ്ടാകട്ടോ. ഓക്കെ. ബാക്കിലത്തെ ടൈലൈറ്റ് ബൾബൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയിടാനുണ്ട്. ഓക്കെ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടാണ് തീരുള്ളൂ. അപ്പോൾ അത് കണക്കാക്കി വന്നാൽ മതി.